ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് സംഘടനകളുടെ നേതൃത്വത്തിൽ ബാങ്കിന് മുന്നിൽ വലിയ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. അതേസമയം SLBC യോഗം, സംസ്ഥാന ബാങ്കിംഗ് തല സമിതി യോഗം പുരോഗമിക്കുന്നുണ്ട്. അതിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നു. തത്സമയം ഒരു ചെറിയ ഭൂപ്രദേശമാണ്. ആ പ്രദേശത്തുള്ള വായ്പയുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ നാം ചർച്ച ചെയ്യുന്ന കാര്യം. അപ്പൊ അവർക്ക് അത് തിരിച്ചടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ, അപ്പൊ അതിലൊരു മാതൃകാപരമായ നിലപാടെടുക്കേണ്ടതായിട്ട്. സാധാരണ ബാങ്കുകൾ സ്വീകരിക്കുന്ന കടത്തിന്റെ അവധി നീട്ടിക്കൊടുക്കലോ പലിശയിൽ ഇളവ് കൊടുക്കലോ ഒന്നും പരിഹാരമാവില്ല. ഇവിടെ വായ്പ എടുത്തവര് പലരും ഇല്ലാതായിരിക്കും. ആ ഭൂമിയില് ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കും. അപ്പൊ ആകെ ചെയ്യാവുന്ന കാര്യം ആ പ്രദേശത്തുള്ള വായ്പ ആകെ എഴുതിത്തള്ളുക എന്നുള്ളതാണ്. എഴുതിത്തള്ളുമ്പോ സാധാരണ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിലപാടുണ്ട്. അത് സർക്കാർ നൽകുക എന്നുള്ളതാണ്. ഇതിൽ ആ നില സ്വീകരിക്കാൻ പാടില്ല എന്നാണ് എന്റെ നിർദ്ദേശം. കാരണം ഇത് നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരു ബാങ്കിനും താങ്ങാനാവാത്തതല്ല. കാരണം വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമേ നിങ്ങളുടെ ആകെ ഇടപാടുകളുമായി ബന്ധപ്പെട്ടാൽ ഇവിടെ വരുന്നുള്ളൂ. അപ്പൊ അത് ഏതൊരു ബാങ്കിനും താങ്ങാവുന്നതേ ഉണ്ടാവും. അതിലൊരു മാതൃകാപരമായ നിലപാട് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് എടുത്തിട്ടുണ്ട്. ആരും ആവശ്യപ്പെട്ടിട്ടല്ല, അവർ സ്വയമേവ അത് എഴുതിത്തള്ളാൻ തീരുമാനിച്ചു. എല്ലാവരും അത് മാതൃകയായിട്ട് കാണുന്നു. അപ്പോ SLBC പൊതുവിൽ അതിനൊരു തീരുമാനമെടുക്കുകയും റിസർവ് ബാങ്കിന്റെയും നബാർഡിന്റെയും മറ്റും ഉത്തരവാദപ്പെട്ടവർ പങ്കെടുക്കുന്നുണ്ട്. ഏതെല്ലാം തലങ്ങളിലാണോ അനുമതി വാങ്ങേണ്ടത് ആ അനുമതി വാങ്ങിക്കൊണ്ട് ഈ പ്രദേശത്തെ കടം പൂർണ്ണമായി ഓരോ ബാങ്കും എഴുതിത്തള്ളുന്ന നിലപാട് സ്വീകരിക്കണം. അത് നിങ്ങളുടെ ആകെ ബാധ്യതയായിട്ട് വരുന്നത് ദശാംശ കണക്കിൽ മാത്രമായിരിക്കും. വളരെ ചെറിയ ബാധ്യത മാത്രമേ വരൂ. ചെയ്യാൻ പറ്റാത്തൊരു കാര്യമല്ല. ഈ നിലയിൽ നമുക്ക് ആലോചിക്കാൻ കഴിയും. ഇവിടെ ഉണ്ടായ ഒരു അനുഭവം ഉണ്ട്. ഇന്ന് ഒരു ബാങ്കിന് മുന്നിൽ വയനാട്ടിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഞങ്ങള് ആദ്യഘട്ടത്തില് ഈ ജീവിച്ചിരിക്കുന്നവർക്ക്, ക്യാമ്പിലൊക്കെ കഴിയുന്നവര്, അവർക്കൊരു ചെറിയ സഹായം എന്ന നിലക്ക് 10,000 രൂപ കൊടുക്കുക. ആകെ സഹായം അല്ലത്. ആദ്യഘട്ടത്തിലുള്ള ഒരു എന്തെങ്കിലും ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അവർക്ക് അവരുടേതായ കയ്യിൽ ഒന്നും ഇല്ലാലോ, കയ്യിലൊന്നും ഇല്ലാലോ. ഒരു വസ്തു കയ്യിൽ ഇല്ലാത്തവരാണല്ലോ. അപ്പൊ 10,000 രൂപ കയ്യിൽ ഇരിക്കട്ടെ എന്നുള്ളൊരു മട്ടിലാണ് സർക്കാർ അതെടുത്തത്. ആ 10,000 കയ്യിലെല്ലാവരും കൊടുക്കുക. നിങ്ങൾ മുഖേനയാണല്ലോ, നിങ്ങൾ ഓരോ സ്ഥാപനവും മുഖേനയാണല്ലോ കൊടുക്കുക. അവിടെ ഗ്രാമീൺ ബാങ്കിന്റെ കയ്യിലെത്തിയപ്പോ അവര് ഇപ്പൊ എന്ന് പറയുന്ന ആൾക്കാണ് ഇത് കിട്ടേണ്ടതെങ്കിൽ ആ എയുടെ ബാധ്യത എവിടെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് ഈടാക്കുക. ഞാനതിനെ കുറിച്ച് വേറെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഇതുപോലൊരു ഘട്ടത്തിൽ യാന്ത്രികമായി മാറാൻ ഒരു കാരണവശാലും പാടില്ല.
അത് യാന്ത്രികമായ സമീപനത്തിന്റെ ഭാഗമായി സംഭവിച്ചതാണെന്നാണ് തോന്നുന്നത്. അപ്പോ നല്ല രീതിയിൽ നേരത്തെ SLTCയുടെ പങ്കിനെ കുറിച്ച് പറയുമ്പോൾ പ്രകടിപ്പിച്ച വികാരത്തിന്റെ ഭാഗമായി തന്നെ നിന്നുകൊണ്ട് ഈ ഒരു ഭാഗം കടം, ആ പ്രദേശത്തുള്ള കടം പൂർണ്ണമായി എഴുതിത്തള്ളുന്ന നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായും നിർദ്ദേശിക്കാറുള്ളത്. മറ്റു കാര്യങ്ങൾ നമുക്ക് സഹകരിച്ച് നീങ്ങാം.